കുടിവെള്ളം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധി ഗുരുവായൂർ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. കടപ്പുറം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും 11ാം വാർഡ് മെമ്പറുമായ PA അഷ്കർ അലിയാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. കടലും പുഴയും അതിർത്തി പങ്കിടുന്ന ഉപദ്വീപായ അഴിമുഖത്ത് കുടിവെള്ളത്തിന് ഏകാശ്രയം വാട്ടർ അതോറിറ്റിയുടെ പൊതു ടാപ്പുകളാണ്. കുടിവെള്ള ഇനത്തിൽ പഞ്ചായത്ത് 6 ലക്ഷം രൂപയിലധികം വർഷം തോറും വാട്ടർ അതോറിറ്റിയിൽ അടയ്ക്കാറുണ്ട്. 508 ടാപ്പിന് 1500-ലധികം രൂപയും അടയ്ക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലെ 200ഓളം കുടുംബങ്ങൾ മാസങ്ങളായി കുടിവെള്ളമില്ലാതെ ദുരിതമനുഭവിക്കുകയാണ്. നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകാത്തതിനെ തുടർന്നാണ് സമരം നടത്തേണ്ടി വന്നതെന്ന് അഷ്കർ അലി പറഞ്ഞു. അസിസ്റ്റന്റ് എഞ്ചിനീയറെ അറിയിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ വളരെ ഈ പൊതുജനങ്ങൾ, അവിടുത്തെ ജനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ ഭൂരിപക്ഷം താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടുത്തെ ജനങ്ങൾ കുടിവെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരു സൂചന എന്ന നിലക്കാണ് ഈ സമരം. ഇത് കിട്ടിയില്ലെങ്കിൽ ശക്തമായ ജനകീയ സമരവുമായി ഞങ്ങളുടെ പ്രദേശത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഗുരുവായൂർ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുമ്പിൽ സമരം നടത്തും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇനിയും പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രദേശവാസികളെ മുഴുവൻ അണിനിരത്തി സമരം ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2 മണിക്കൂറോളം നേരത്തെ കുത്തിയിരിപ്പിനൊടുവിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. അവധി ദിവസം വകവയ്ക്കാതെ നാളെ തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തി കുടിവെള്ളം ലഭ്യമാക്കുമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്.